So my dear friends, welcome back and happy to see you all. So I'm going to tell you the story, The Snake and the Mirror, 10th Standard English Textbook, story number 2, second part. So in the first part, we have seen that a snake fell on the shoulder of the doctor, and what happened next that we are going to see now. Listen. So the doctor didn't jump, didn't tumble, and didn't cry out. There was no time to do any such a thing. സോ ഈ പാമ്പ് ഡോക്ടറുടെ ഷോൾഡറിൽ വീണപ്പോൾ അദ്ദേഹം ചാടി, നമ്മളൊക്കെ ആണെങ്കിൽ ചാടിപ്പോയില്ലേ, അദ്ദേഹം ചാടിപ്പോയില്ല, അദ്ദേഹം വിറച്ചില്ല, അതുപോലെ കരഞ്ഞുമില്ല. What is the reason? Do you think that he is a very brave man? No, because he didn't get any time to do such a thing. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സമയമേ കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു അല്ലെ. The snake slithered along my shoulder and coiled around my left arm and the elbow. വീണുടനെ പാമ്പ് എന്ത് ചെയ്തു? നല്ലൊരു സ്ഥലം കിട്ടി അല്ലെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇറ്റ് സ്ലിത്തേർഡ്. സ്ലിത്തർ മീനിങ് ഇറ്റ് ഷോസ് ദ മൂവ്മെന്റ് ഓഫ് ദ സ്നേക്ക്. പാമ്പിന്റെ ആ ഒരു ഇഴഞ്ഞു പോകുന്ന രീതിനെയാണ് സ്ലിത്തർ എന്ന് പറയുന്നത്. along his shoulder and coiled around my left arm. നേരെ ഇടത് കൈയിലെ എൽബോന്റെ മുകളില് നന്നായിട്ട് ഇങ്ങോട്ട് ചുറ്റിക്കൊടുത്തു. ആര്? നമ്മുടെ പാമ്പ്. because the hood was spread out. പാമ്പിന്റെ പത്തി വിടർത്തി. and out its head was hardly 3 or 4 inches from my face. അപ്പം നേരെ ഡോക്ടറുടെ മുഖത്തിൽ നിന്നും 2-3 ഇഞ്ച് ദൂരം മാത്രം നമ്മുടെ പാമ്പിന്റെ വിശാലമായ പത്തിക്ക് അല്ലെ. അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹൗ ഡിഡ് ദ ഡോക്ടർ റിയാക്ട് വെൻ ദ സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിം? പാമ്പ് നേരെ അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വീണപ്പോൾ അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്തു? 11th പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. He didn't jump, he didn't tumble, and he didn't cry out because he didn't get any time to do such things. Okay, paragraph number 2. I would not be correct to say merely that I sat there holding my breath. I was turned to a stone. So, doctor അവിടെ ശ്വാസം പിടിച്ചിരിക്കുന്നു എന്ന് പറയാം അല്ലെ. And he was turned to a stone. അദ്ദേഹം ശരിക്കും നമ്മുടെ ഒരു പണ്ടത്തെ ഒരു കഥയൊക്കെ ഇല്ലേ, ഒരു രാജകുമാരി ഇങ്ങനെ പോയി തൊടുമ്പോൾ സ്വർണമായി മാറുന്നത് അല്ലെങ്കിൽ കല്ലായി മാറുന്നത് അല്ലെ, അതുപോലെ ഹി ബിക്കെയിം എ സ്റ്റോൺ. ഹി ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. അദ്ദേഹത്തിന് തോന്നി താൻ എന്തായി മാറി? ഒരു സ്റ്റോൺ ഇമേജ് ആയി മാറിയതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. ശരീരം വിറങ്ങലിച്ചു പോയെങ്കിലും മനസ്സ് വളരെ ആക്റ്റീവ് ആയിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. സോ ദ ഫ്രണ്ട് ഡോർ വാസ് ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. നേരെ ഇരുട്ടിലേക്ക് തുറന്നു കിടക്കുന്ന മുൻവശത്തെ വാതിൽ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. ഇരുട്ടാണ് റൂം മുഴുവൻ അല്ലെ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലാഷ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാല് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കല്ലിൽ കൊത്തിയ ഒരു പ്രതിമ മുന്നിലിരിക്കുന്നത് പോലെ. സംഭവം എന്താണ്? ഡോക്ടർ ആകെ വിറങ്ങലിച്ച് പ്രതിമ പോലെ ആയിപ്പോയതാണ് അല്ലെ. ബിക്കോസ് ദ സ്നേക്ക് ഈസ് സ്റ്റിൽ ഓൺ ഹിസ് ബോഡി. അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ് പാമ്പ്. അപ്പൊ അവിടെ 10th ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഡോക്ടർ സിറ്റ് ഇൻ ദ ചെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്റ്റോൺ ഇമേജ് പോലെ ഇരുന്നു പോയത്? ബിക്കോസ് ഓഫ് ഔട്ട് ഓഫ് ഫിയർ അല്ലെ, പേടി കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇരുന്നു പോയത്. ആൻഡ് ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ ടൈം ടു ഡു എനിത്തിങ് ടു എസ്കേപ്പ് ഫ്രം ദേർ. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടി എത്തിയുമില്ല എന്നുള്ളതാണ് സത്യം. Paragraph number 13. I felt then the great presence of the creator of this world and this universe. അപ്പോഴാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താ പറയാ, ദ പ്രസൻസ് ഓഫ് ദ ഗ്രേറ്റ് ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. ആരാണത്? ഗോഡ് അല്ലെ. ദൈവത്തിന്റെ പ്രസൻസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. അതങ്ങനെയാണല്ലോ, നമുക്കും എന്തെങ്കിലും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോഴാണ് നമ്മളെ വീട്ടിലുള്ളവരെയും അതുപോലെ തന്നെ ദൈവത്തെയൊക്കെ കുറിച്ച് ഓർക്കുക. അതങ്ങനെയാണ് അല്ലെ. ഗോഡ് വാസ് ദർ. ഒരു അഗർബത്തിയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ ദൈവമുണ്ട്. കാരണം സപ്പോസ് ഐ ഹാഡ് സംതിങ് ആൻഡ് ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഞാൻ എന്തോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ദൈവത്തിന്. സോ ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അല്ലെ. ഓ ഗോഡ് എന്ന് ഞാൻ പല പ്രാവശ്യം എന്റെ മനസ്സിൽ എഴുതി കഴിഞ്ഞാൽ സംടൈംസ് ഗോഡിന് എന്നെ പാവം തോന്നി ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ചാലോ അല്ലെ. പാരഗ്രാഫ് 14ലേക്ക് ഒന്ന് പോയി നോക്കാം. There was no pain in my left arm. It was as if a thick leaden rod, a rod made of molten fire was slowly but powerfully crushing my arm.
ഇപ്പൊ ശരിക്കും എന്തുപോലെയുണ്ട്? ഏത് കൈയിലാണ് പാമ്പ് ചുറ്റിയിരിക്കുന്നത്? ലെഫ്റ്റ് ആമിലാണ് അല്ലെ? അബവ് ദ എൽബോ ആണ് ചുറ്റിയിരിക്കുന്നത്. ഈ ചുറ്റിയിരിക്കുന്നത് എന്തുപോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്? ദർ വാസ് നോ പെയിൻ. അതൊരു പാമ്പ് കൊത്തിയ വേദനയൊന്നുമല്ല അവിടെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഹി ഫീൽസ് ലൈക്ക് എ ലെഡൻ റോഡ്. ലെഡ് കൊണ്ടുണ്ടാക്കിയുള്ള ഒരു റോഡ്, ഒരു ഇരുമ്പുലക്ക പോലെ, ഈയം കൊണ്ടുള്ള ഒരു ഉലക്ക പോലെ അല്ലെ? മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, അല്ലെങ്കിൽ ഒരു മോൾട്ടൺ ഫയർ മീനിങ് ഉരുകിയ ഒരു തീയൊക്കെ ഉരുകിയാൽ എങ്ങനെ ഉണ്ടാവും അല്ലെ? അതുപോലെ എന്തോ ഒന്ന് അത് എന്ത് ചെയ്യുന്നു? ഇറ്റ് വാസ് ക്രഷിംഗ് ഹിസ് ലെഫ്റ്റ് ആം. അദ്ദേഹത്തിന്റെ ഇടതു കൈനെ അത് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. പാമ്പ് ശരീരത്തിൽ ചുറ്റിയാൽ അങ്ങനെയാണ്. പെരുമ്പാമ്പിന്റെ ഒക്കെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ക്രഷ് ചെയ്ത് നമ്മളെ അതിന് വിഴുങ്ങാൻ പാകത്തിലാക്കും. പക്ഷെ ഇവിടെ നിന്ന് മൂർഖനാണ് കേട്ടോ, വിഴുങ്ങില്ല എന്തായാലും. സോ ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. പാമ്പ് ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കൈയെ എന്താ പറയാ ക്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് തന്റെ എന്താ പറയാ ഊർജം മുഴുവൻ, സ്ട്രെങ്ത് മുഴുവൻ ചോർന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. വാട്ട് കുഡ് ഐ ഡു? എന്ത് ചെയ്യും ഞാൻ അവസ്ഥയില് അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? പാമ്പ് കുത്തും. പാരഗ്രാഫ് നമ്പർ 15 നോക്കുക. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് പിക്ചർ there. നിങ്ങൾക്ക് കാണാം എന്തൊരു അവസ്ഥയിലാണ്. ഹി വാസ് ഇൻ എ വെരി പതറ്റിക് കണ്ടീഷൻ there. അദ്ദേഹം വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ അവിടെ ഇരിക്കുന്നത് കാണാം അല്ലെ? അല്ലാതെ ഒരു ഡ്രാമയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു റോൾ ചെയ്യാനോ ഇരിക്കുന്നതല്ലല്ലോ അവിടെ. സോ അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഓ ഇറ്റ്സ് ഷുവർ. അദ്ദേഹം ചെറുതായോ നനങ്ങിയാൽ പാമ്പ് എന്ത് ചെയ്യും? കൊത്തും അല്ലെ? ഡെത്ത് ലർക്ക്ഡ് 4 inches away. മരണം പതിയിരിക്കുന്നു. എവിടെ? ലർക്ക് മീൻസ് ഹൈഡ്സ്. അത് ഒളിച്ചിരിക്കുകയാണ്. ഓൺലി ഒരു 4 ഇഞ്ചിനും അപ്പുറം, 4 ഇഞ്ചിനും അപ്പുറമാണ് പാമ്പിന്റെ പത്തി വിടർത്തി നിൽക്കുന്നത്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്. വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? ഡോക്ടറുടെ മൈൻഡ് ഇപ്പോഴാണ് ഡോക്ടറെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്താണ്? പാമ്പ് അഥവാ കൊത്തിയാൽ ഞാൻ എന്ത് മെഡിസിൻ ഉപയോഗിക്കും? എന്ത് മെഡിസിനാണ് എടുക്കാൻ കഴിയുക? നോക്കിക്കോൾ ഇവിടെ. ദർ വർ നോ മെഡിസിൻ ഇൻ ദ റൂം. അദ്ദേഹത്തിന്റെ കയ്യില് ഒരു മെഡിസിനും ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ കയ്യിലുള്ള എന്തൊക്കെയാണ്? only 60 rupees and a solitary black coat, some dhotis and some shirts അല്ലെ? only that. അത് മാത്രമേ ഉള്ളൂ. I was but a poor, foolish and stupid doctor. അയ്യോ, ഇപ്പോഴാണ് തന്റെ ഒരു എന്താ പറയാ തന്നെ ഈ ഡോക്ടറൊക്കെ ആണെങ്കിലും എത്രമാത്രം ഫൂളിഷും ആൻഡ് പുവർ കണ്ടീഷനിലും ആയിപ്പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. എന്താണ് കാരണം? ബിക്കോസ് ഹി ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈ സെൽഫ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ, ഇങ്ങനെയൊരു സ്ഥലത്താണ് താമസം അല്ലെ, അറ്റ്ലീസ്റ്റ് പാമ്പ് കുത്തിയാലുള്ള മരുന്നെങ്കിലും കയ്യിൽ വെക്കാമായിരുന്നു. ആൻഡ് നൗ ഹി ഫോർഗോട്ട്. അദ്ദേഹം മറന്നുപോയി. മൈ ഡേഞ്ചർ ആൻഡ് ഐ സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈ സെൽഫ്. അങ്ങനെ ഒരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ പോലും അദ്ദേഹം ഒന്ന് ചിരിച്ചുപോയി. എന്ത് ആലോചിച്ചിട്ട്? അദ്ദേഹത്തിന്റെ സ്വന്തം പണ്ടത്തരം ആലോചിച്ചിട്ട്. സോ ഹി സ്മൈൽഡ് ഫീബ്ലി എന്ന് വെച്ചാല് ഫീബിൾ മീനിങ് വീക്ക്, ദുർബലമായി അദ്ദേഹം പുഞ്ചിരിച്ചു. പാരഗ്രാഫ് നമ്പർ 16. It seemed as if God appreciated that. ദൈവത്തിനും അതപ്പം ഇഷ്ടമായെന്ന് തോന്നുന്നു. കാരണം the snake turned its head. പാമ്പ് മെല്ലെ ഒന്ന് തലചരിച്ചു. It looked into the mirror and saw its reflection. നേരത്തെ ഡോക്ടർ നോക്കിയ അതേപോലെ പാമ്പും എന്ത് ചെയ്തു? കണ്ണാടിയിലേക്ക് നോക്കി അതിന്റെ പ്രതിഫലനം കണ്ടു. റിഫ്ലക്ഷൻ. I do not claim that it was the first snake that had ever looked into a mirror. എനിക്കിങ്ങനെ അവകാശപ്പെടാനൊന്നും പറ്റില്ല ഈ പാമ്പായിരിക്കാം കണ്ണാടി നോക്കിയ, സ്വന്തം മുഖം നോക്കിയ ആദ്യത്തെ പാമ്പ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദി സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻടു ദി മിറർ. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു പാമ്പ് നോക്കുന്നത് എങ്ങോട്ടാണ്? തീർച്ചയായും കണ്ണാടിയിലേക്കാണ്. വാസ് ഇറ്റ് അഡ്മയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അല്ല, ഇനി എന്നെ പോലെ ഈ പാമ്പും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? അഡ്മയർ ചെയ്യുക, ആരാധിക്കുക അല്ലെ? Was it trying to make an important decision? എന്നെ പോലെ ഇനി വല്ല എർത്ത് ഷേക്കിംഗ് ഡിസിഷനും എടുക്കാനുള്ള ഒരു ആലോചനയിലാണോ ഈ മൂപ്പര്? അബൌട്ട് എന്തിനെ കുറിച്ചുള്ള ഡിസിഷൻ? നേരത്തെ ഡോക്ടർ എടുത്ത ഡിസിഷനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അബൌട്ട് ഗ്രോയിങ് എ മസ്റ്റാഷ് ആർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുകയാണോ? ഇതൊന്നും അല്ലെങ്കിൽ ഓർ വിയറിങ് എ വെർമലിൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, ഇതൊന്നും അല്ലെങ്കിൽ എന്താ പറയാ ഒരു സിന്ദൂരക്കുറി, വെർമലിയൻ മാർക്ക് മീനിങ് സിന്ദൂരക്കുറി സ്വന്തം നെറ്റിത്തടത്തിൽ ചാർത്താനോ, അതുമല്ലെങ്കിൽ തന്റെ കണ്ണുകളൊന്നും ഭംഗിയാക്കാൻ മസ്കാരയോ ഐഷാഡോ ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ ഒരു മീശ, ഒരു മസ്റ്റാഷ് അല്ലെ ഫിറ്റ് ചെയ്യാനോ ഒക്കെ ആണോ പാമ്പ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡോക്ടർ ആലോചിക്കുന്നത്. ഇതൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെയൊക്കെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്താ പറയാ കഥാഖ്യാന ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ
ഫലിതപ്രിയനാണ്, എത്രത്തോളം ഫലിതപ്രിയനാണ് അദ്ദേഹം എന്ന് നമുക്ക് ഈ വരികളിലൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അല്ലെ. ശരി. സോ പാരഗ്രാഫ് നമ്പർ 17. I didn't know anything for certain. എനിക്ക് കാര്യമായിട്ട് ഒന്നും certain ആയിട്ട് എനിക്കൊരു കാര്യവും പറയാൻ വയ്യ. What sex was the snake? Was it male or female? ഇനി ഇത് മസ്കാര ഉപയോഗിക്കാൻ പോവാണോ എന്നറിയാൻ ഇത് ഫീമെയിൽ ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു വെർമിലിയൻ മാർക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണോ എന്നറിയാൻ ഇത് ഒരു മെയിലാണോ എന്നറിയില്ല അല്ലെ. I will never know, for the snake unwound itself from my arm and slowly slithered into my lap. അപ്പോഴ് ഡോക്ടർ അറിയാതെ എന്താ പറയാ ശ്വാസം പോലും എടുക്കാതെ ഇങ്ങനെയൊക്കെ ആലോചിച്ച ഇതേ സമയത്ത് the snake just turned its head. പിന്നെ എന്ത് സംഭവിച്ചു? ഇറ്റ് began to unwound ചെയ്യുക. നേരത്തെ എന്ത് ചെയ്തു? കോയിൽ ചെയ്തു അല്ലെ. ഇപ്പൊ അൺവൗണ്ട് മീനിങ് അതിന്റെ ചുറ്റും എല്ലാം അഴിക്കുക. അൺവൗണ്ടിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അൺവൗണ്ട് എന്താണ് ഓപ്പോസിറ്റ്? ജസ്റ്റ് അൺകട്ട് ചെയ്യുക. വോണ്ട് ഇറ്റ്സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സിതേർഡ് ഇൻടു മൈ ലാപ്പ്. ഡോക്ടർക്ക് കുട്ടികളൊന്നും ഇല്ലാന്ന് നമുക്കറിയാം. ഇനി കുട്ടികളുടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം വേണ്ട. സ്നേക്ക് എന്ത് ചെയ്തു? മെല്ലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചുറ്റഴിക്കുന്ന നേരെ തെന്നി അദ്ദേഹത്തിന്റെ മടിയിലേക്ക് വീഴുന്നു. ഫ്രം there it crept onto the table and moved towards the mirror. എന്നിട്ടോ ഈ സ്വന്തം റിഫ്ലക്ഷനിൽ ആകൃഷ്ടനായതുപോലെ മടിയിൽ നിന്ന് മെല്ലെ ടേബിളിലേക്ക് ഇഴയുന്നു. നേരെ ഇഴഞ്ഞ് എങ്ങോട്ട് പോകുന്നു? കണ്ണാടിയുടെ മുമ്പിലേക്ക്. Perhaps it wanted to enjoy its reflection at close quarters. Sometimes the snake wants to enjoy its own beauty. നേരത്തെ ഡോക്ടറെ പോലെ തന്നെ ഇപ്പോൾ സ്നേക്കും എന്തായാലും നല്ല രണ്ടുപേർക്ക് നല്ല സാമ്യമുണ്ട് അല്ലെ. അതിനും അതിന്റെ ഒരു സ്വന്തം സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ 12th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോളൂ. Why did he feel that he was a stupid doctor? Why did he feel like that? He felt that he was a stupid doctor because he didn't keep any medicine അല്ലെ in his rented room. അദ്ദേഹത്തിന്റെ റെന്റഡ് റൂമിൽ അദ്ദേഹം ഒരു മെഡിസിനും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സ്പെഷ്യലി മെഡിസിൻ അഗെയിൻസ്റ്റ് ദാറ്റ് സ്നേക്സ് വെനം അല്ലെ. സ്നേക്കിന്റെ വിഷത്തിനെതിരെയുള്ള ഒരു മരുന്നും അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഹി കൺസിഡർഡ് ഹിംസെൽഫ് ആസ് എ സ്റ്റുപ്പിഡ് ഡോക്ടർ. ഓക്കെ, സമയം കളയേണ്ട. പാരഗ്രാഫ് നമ്പർ 18. It was no mere image cut in granite. സോ പാമ്പ് മെല്ലെ ഇഴഞ്ഞ് ടേബിളിൽ കയറി കണ്ണാടിയുടെ മുന്നിലേക്ക് പോയതും that moment he became alert. ആ സ്പോട്ടിൽ ഡോക്ടർ എന്തായി? അലേർട്ടായി. And I was suddenly a man of flesh and blood. ഇപ്പോഴാണ് മനസ്സിലായത്. ആഹാ, ശരീരത്തിൽ കൂടെ ബ്ലഡ് ഒക്കെ ഒഴുകുന്നുണ്ടല്ലോ അല്ലെ, ശ്വാസമൊക്കെ ഉണ്ടല്ലോ. സോ സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. എന്തായാലും അദ്ദേഹം ഒരു ബുദ്ധിമാനാണ്. അദ്ദേഹം മെല്ലെ ശ്വാസം വിടുന്നതിന്റെ ശബ്ദം പോലും കേൾപ്പിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? മെല്ലെ ചേർന്ന് എഴുന്നേറ്റു. I quietly went out through the door. എന്നിട്ട് സാവധാനം വാതിലിനടുത്തേക്ക് നടന്നു. into the veranda. എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരാന്തയിലേക്ക് ഇറങ്ങി. ആൻഡ് ഫ്രം ദർ, അവിടെ നിന്നും I leaped into the yard. വരാന്ത വരെ അദ്ദേഹം വളരെ ശ്വാസം പിടിച്ച് അല്ലെ, എന്താ പറയാ, കാല് മുഴുവനായും തറയിൽ ചവിട്ടാതെ അദ്ദേഹം വരാന്ത വരെ എത്തി. വരാന്തയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാണ്? ഒരൊറ്റ ചാട്ടാണ്. സോ ചാട്ടം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? യെസ്, ലീവ് അല്ലെ. അതിന്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ്, റൈറ്റ്. ഒറ്റ ചാട്ടം കൊടുത്തു into the yard, മുറ്റത്തേക്ക്. and run for all I was worth. പിന്നെ ഡോക്ടർ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. അത്രയും സ്പീഡിലാണ് മൂപ്പർ എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ തടി കഴിച്ചിലാക്കിയത് അല്ലെ. പാരഗ്രാഫ് നമ്പർ 19 നോക്കോളും. Each of us heaved a sigh of relief. ഞങ്ങൾ എല്ലാവരും ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസം വിട്ടു. ആരാണ് ആ ദീർഘനിശ്വാസം വിട്ടത്? ഇപ്പോഴ് ആരായിരുന്നു? ഡോക്ടറാണോ? നോ. അവിടെ കഥ കേട്ടുകൊണ്ടിരുന്നവർ ആരൊക്കെയായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് അല്ലെ. ആ ബിഗിനിങ് ഒന്ന് ഓർത്ത് നോക്കാം. അവിടെ ഈ കഥ കേൾക്കാൻ ഡോക്ടറുടെ ചുറ്റും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർക്ക് ആശ്വാസമായി. Each of us heaved a sigh of relief. എല്ലാരിൽ നിന്നും ഒരു ആശ്വാസത്തിന്റെ നിശ്വാസം അല്ലെ. റിലീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസം. അത് ആരൊക്കെയായിരുന്നു ഈ എല്ലാവരും? ജസ്റ്റ് ആ സ്റ്റോറി തുടങ്ങുന്നിടത്തേക്ക് പോയി നോക്കുക. അവിടെ നമ്മൾ കണ്ടു അല്ലെ, ഈ ഡോക്ടർ ഈ കഥ പറയുന്നത് ആരോടാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ എന്ന് നമ്മൾ കരുതുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയും നേരം അവരും ശ്വാസം അടക്കി പിടിച്ച് ഡോക്ടറെ പോലെ കഥ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു.
And now, so that's a ശബ്ദം അതാണ്. Each of us heaved. Heave means lift. ഉയർത്തുക. എന്ത്? A sigh of relief. ആശ്വാസത്തിന്റെ ഒരു അതാണ് ഞാൻ പറഞ്ഞ വിശ്വാസം. So all of us lit BDs. നിങ്ങൾ എല്ലാവരും ബീഡി കത്തിച്ചു. അതാണ് അല്ലെ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അല്ലെ, എന്തൊക്കെ വന്നാലും എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ബീഡി അല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ മദ്യം ഡോണ്ട് പോകരുത് വഴിക്ക്. Somebody asked, Doctor, is your wife very fat? അല്ല, ആ കഥ കേട്ടുകൊണ്ടുവന്ന ഒരു ബുദ്ധിമാനെ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്ത്? അല്ല ഡോക്ടർ, ഇസ് യുവർ വൈഫ് വെരി ഫാറ്റ്? താങ്കളുടെ ഭാര്യ വളരെ തടിച്ചിയായിട്ടാണോ, തടിയുള്ള ആളാണോ? നോ, ദ ഡോക്ടർ സെഡ് നോ, ഗോഡ് വിൽഡ് അതർവൈസ്. എന്റെ ആഗ്രഹം നടന്നില്ല, നല്ല തടിയുള്ള ഒരാളായിരിക്കണം ഭാര്യ എന്നും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ പിന്നാലെ ഓടി പിടിക്കാൻ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും നേരെ വിപരീതമാണ് സംഭവിച്ചത്. ബിക്കോസ് മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ. എന്റെ ലൈഫ് പാർട്ണർ എങ്ങനെയാണ്? വെരി തിൻ റീഡി പേഴ്സൺ, ഒരു മെലിഞ്ഞ് പുൽനാമ്പ് പോലെയുള്ള ഒരാളാണ് അല്ലെ. കൂടാതെ മൂപ്പർക്ക് ഒരു ഗിഫ്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. എന്താണിത്? വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. ഷീ ഈസ് എ വെരി ഗുഡ് അത്ലറ്റ് ആൾസോ. എന്ന് വെച്ചാൽ സ്പ്രിന്റർ മീനിങ് ഗുഡ് അത്ലറ്റ് അല്ലെ, ഒരു നല്ല അത്ലറ്റും കൂടിയാണ്. എന്ത് അബദ്ധം ഒപ്പിച്ചാലും പിന്നാട് ഓടി വന്ന് പിടിക്കാൻ അവൾക്ക് എല്ലാ വിധത്തിലും സാധിക്കും. Okay, so here question number 13 on the ശ്രദ്ധിച്ചോളൂ. I was suddenly a man of flesh and blood. What does the doctor mean by this statement? What does he mean by I was suddenly a man of flesh and blood? That statement, because he became conscious, is it? Conscious of the dangerous situation. അല്ലേ, അതാണ് അതിന്റെ മീനിങ്. Okay, and 14th one, why did okay, coming. Someone else asked, Doctor, when you ran, did the snake follow you? അപ്പോൾ വേറൊരാൾ ചോദിച്ചു, when you ran, did the snake follow you? താങ്കൾ ഓടിയപ്പോൾ പാമ്പ് പിന്നാലെ ഓടി വന്നോ? ഇത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാവം ജീവിയാണ് പലപ്പോഴും ഈ പാമ്പ് അല്ലെ. ചിലർക്ക് എന്താ പറയാ, ദൈവം വിഷമൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പാമ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. പാമ്പ് പ്രതികാരം വെച്ച് പെരുമാറും അല്ലെ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സോ ദ ഡോക്ടർ റിപ്ലൈഡ്, ഐ റാൻ ആൻഡ് റാൻ till I reached a friend's house. Immediately I smeared oil all over myself and took a bath. സോ ഞാൻ എന്ത് ചെയ്തു? സമയം കളയാതെ നേരെ ആ ഓട്ടം നേരെ ഓടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒളിമ്പിക് വിന്നറായേനെ അല്ലെ. നേരെ ഓടി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയതും എന്ത് ചെയ്തു? ഫ്രണ്ട്സിന്റെ ക്വസ്റ്റിനൊക്കെ ഉത്തരം പറഞ്ഞോ ഒന്നൊന്നും അറിയില്ല. അദ്ദേഹം ദേഹമാസകലം എണ്ണ പുരട്ടുന്നു, വേഗം പോകുന്നു, കുളിക്കുന്നു, എല്ലാം ധൃതിയിലാണ് എല്ലാം. ഐ ചേഞ്ച് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. അദ്ദേഹം വേഗം സുഹൃത്തിന്റെ ഡ്രസ്സ് കടം വാങ്ങുന്നു, അത് ധരിക്കുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30, നല്ല ധൈര്യമുള്ളത് കൊണ്ട് പിറ്റേ ദിവസം അതിരാവിലെ ഒരു 8:30 ആയപ്പോൾ, കാരണം തലേ ദിവസത്തെ പാമ്പിന്റെ ഓർമ്മയുണ്ട് അല്ലെ, അത്രയും ധൈര്യമുള്ളൂ. I took my friend and 1 or 2 others to my room to move my things from there. അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ഇനി മേലാൽ ഈ വീട്ടിൽ ഞാൻ താമസിക്കാനില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ എന്താ പറയാ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കോട്ട്, ഡ്രസ്സ് അല്ലെ, അതൊക്കെ എടുക്കണം. അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വീട്ടിലെത്തുന്നു. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. അവിടെ എത്തിയപ്പോ എന്താ കഥ? കുറച്ചേ ഉള്ളൂ അദ്ദേഹത്തിന് കൊണ്ടുപോവാൻ. എന്ത് സംഭവിച്ചു? പാമ്പ് കൊണ്ടുപോയോ? അല്ല. ആര് കൊണ്ടുപോയി? തീഫ് കൊണ്ടുപോയി. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഏതോ ഒരു കള്ളൻ, ഊരും പേരും വിലാസവും ഇല്ലാത്തവൻ എന്ത് ചെയ്തു? എന്റെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്താണ് കൊണ്ടുപോയത്? ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. ഇതുവരെ ഇല്ലാത്ത അത്രയും വൃത്തിയായിരിക്കുന്നു റൂം. ബിക്കോസ് ബട്ട് നോട്ട് റിയലി, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. തീഫ് എല്ലാം കൊണ്ടുപോയി, പക്ഷെ ഒന്ന് മാത്രം അല്ലെ. ഒരു സിനിമയിൽ ജഗതി പറയുന്ന പോലെ, അത് എന്നെയാണ്, അത് എന്നെ തന്നെയാണ്, അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറയുന്ന പോലെ ഡോക്ടറെ കളിയാക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രം അവിടെ വെച്ചിട്ട് പോയി. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എന്താണ് ആ ഫൈനൽ ഇൻസൾട്ടിന് വേണ്ടിയിട്ട് കള്ളൻ ബാക്കി എല്ലാം എടുത്തോണ്ട് പോയപ്പോഴേ അവിടെ ഇട്ടിട്ട് പോയത്? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഇതുവരെ മിണ്ടാതിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു, എന്തായിരുന്നു അത്? The doctor said, my vest. എന്താ കൊണ്ടുപോയത്? പോവാതെ അവിടെ വെച്ചത്? മൈ വെസ്റ്റ്, എന്റെ ബനിയൻ, ദ ഡേർട്ടി വൺ. ആ അലക്കിയിട്ടും എന്താ പറയാ മുഷിഞ്ഞും അതുപോലെ നിറം മങ്ങിയും ഇരുന്ന എന്റെ വെസ്റ്റ്. The fellow had such a sense of cleanliness. Wow, ആ കള്ളന് എന്താണ്? നല്ല ക്ലെൻലിനെസ് ഉണ്ട്. ക്ലെൻലിനെസ്, നല്ല വൃത്തിയുണ്ട് അല്ലെ.
The rascal could have taken it and used it after washing it with soap and water. അവൻ അതും കൂടെ കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിരുന്നോ? എന്നാൽ എന്ത് ചെയ്യായിരുന്നു? ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതിയായിരുന്നു. ഇത്തിരി സോപ്പിന് ഇത്തിരി വെള്ളത്തിനും ചെലവുള്ളൂ. എന്നാൽ അതെന്തുമായിരുന്നു? അതും നല്ല പുതിയതുപോലെ വെളുത്തേനെ. എനിക്കോ കഴിഞ്ഞില്ല. എന്നാൽ കള്ളനെങ്ങ് ചെയ്യാമായിരുന്നു. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അടുത്ത ക്വസ്റ്റ്യൻ. അല്ല ഡോക്ടറെ, താങ്കൾ ആ പാമ്പിനെ പിന്നെയും കണ്ടോ? ഇത് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? അതേ മനുഷ്യനാവാനേ വഴിയുള്ളൂ. കാരണം വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു എന്നൊരാൾ ചോദിച്ചിരുന്നു. മിക്കവാറും അതേ മനുഷ്യന്റെ അടുത്ത ചോദ്യമാണ് ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡോക്ടർ? അല്ല ഡോക്ടർ, അടുത്ത ദിവസം താങ്കൾ പാമ്പിനെ കണ്ടുവോ? ദ ഡോക്ടർ ലാഫ്ഡ്. ഇത് കേട്ടപ്പോൾ നമ്മളും ചിരിച്ചുപോയി, ഡോക്ടറും ചിരിച്ചു. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ് it was a snake which was taken with its own beauty. Oh, I have never seen him again. ഞാൻ അതിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ആ പാമ്പിന്റെ പ്രത്യേകത എന്താണ്? It was a snake which was taken with its own beauty. സ്വന്തം സൗന്ദര്യത്തിൽ മതിമറന്നു പോയ ഒരു പാമ്പ്. അതിനെ പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. സോ ഹിയർ ദ സ്റ്റോറി എൻഡ്സ്. ഇവിടെ ഈ കഥ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഈ കഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നിങ്ങളുടെ എന്താ പറയാ കവിതയുമായി വീണ്ടും കാണാം. Till then, take care and bye bye. Okay, see.